ആളാവും. Be ready? Come on. ഒളിച്ചിരിക്കുന്നു. അതിന്റെ ആവശ്യം? ഇവിടെ ആരൊക്കെയുണ്ട്? ഞാൻ മാത്രമേ ഉള്ളൂ. കുശിനിക്കാരനുണ്ടായിരുന്നു, അവൻ നാട്ടിലേക്ക് പോയിരിക്കുക. നോ, അച്ഛൻ നുണ പറയാം. അക്രമികളെയൊക്കെ ഇതിനകത്ത് കയറ്റി ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന് ഞങ്ങൾക്ക് റിപ്പോർട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനൊരു പുരോഹിതനാണ്. അക്രമികളും എന്റെ മുമ്പിൽ വരുമായിരിക്കാം, പക്ഷേ അവരെ ഒളിച്ചു വെച്ച് സംരക്ഷിക്കേണ്ട ബാധ്യത എനിക്കില്ല. ഓ, ഒരു പുരോഹിതൻ! ഇവിടെ നടന്ന എല്ലാ അക്രമങ്ങൾക്കും ഉത്തരവാദി അച്ഛനാണ്. പള്ളിമണി അടിച്ച് ആളെ കൂട്ടിയതും പോലീസുകാരെ കല്ലെറിഞ്ഞതും ഔട്ട് പോസ്റ്റിൽ എത്തിച്ചതും വെടിവെപ്പിലടയാക്കിയതല്ലേ നിങ്ങളല്ലേ? വേഗത്തിൽ പറഞ്ഞതുകൊണ്ടോ ഒച്ച വെച്ചു പറഞ്ഞതുകൊണ്ടോ അസത്യം സത്യമാകണമെന്നില്ല. നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം അസത്യമാണ്. പോലീസ് സ്റ്റേഷൻ കത്തിച്ചത് ആരാണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ സർക്കിൾ ഇൻസ്പെക്ടർക്ക് അറിയാം. ചോദിച്ചു നോക്ക്. നിർത്തുകയാണ് നിങ്ങളുടെ പ്രസംഗം. മുറികളെല്ലാം പരിശോധിക്കും. എന്തായി? എത്ര പേരെ കിട്ടി? വെല്ലുവിളിയാണല്ലേ? എത്ര പേരെ കിട്ടുമെന്ന് കാണിച്ചു തരാം. പിതാവേ, എല്ലാ വീടുകളിലും കയറി പരിശോധിക്കുക. ഒരുത്തനെയും വെറുതെ വിടരുത്. പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ നാണം കെട്ട സംഭവം ഉണ്ടായിട്ടില്ല. മനസ്സിലായല്ലോ? ഇത് നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഇതിന്റെ പേരിൽ എന്ത് വന്നാലും നിങ്ങൾക്ക് ഒരു കുഴപ്പവും വരില്ല. പോലീസിനോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് ഇവിടത്തുകാർ മാത്രമല്ല എല്ലാവരും അറിയട്ടെ. യാതൊരു മനസാക്ഷി കുത്തും വേണ്ട, ശക്തമായി നേരിടുക. പൊയ്ക്കോളൂ. എടോ, താൻ ഈ ഔട്ട് പോസ്റ്റിൽ തന്നെയുള്ളതല്ലേ? തനിക്കാവുമ്പം ഇവിടെ കൂടുതൽ അറിയാമല്ലോ. താൻ അങ്ങോട്ടിയല്ലേ? ഒറ്റയെണ്ണം രക്ഷപ്പെട്ടു പോകരുത്. പൊയ്ക്കോ. അച്ഛോ, ഇന്നലെ രാത്രി പോലീസുകാരെന്ന് ഞങ്ങൾക്കെല്ലാം അച്ഛോ, അച്ഛോ, ഇത് കണ്ടോ? എന്റെ ലീലാമ്മയെ ഒന്ന് കാണച്ചോ. അച്ഛൻ ഞങ്ങളെ ചേർത്ത് വയ്ക്കാമെന്ന് ആശീർവദിച്ചതല്ലേ, എന്നിട്ടോ? മനസ്സമ്മതം കഴിഞ്ഞ് നിൽക്കുന്ന എന്റെ പൊന്നു പെങ്ങള്, കല്യാണം കഴിഞ്ഞ് ഭർത്താവിനോടൊത്ത് കാനഡയിലേക്ക് പോകാൻ കാത്തിരുന്ന ഇവള് മിണ്ടുന്ന കൂടില്ല അച്ഛോ. ഇത്തരം ഒരു സംഭവം
ലോകത്തൊരിടത്തും നടക്കരുതെന്നാണ് എന്റെ പ്രാർത്ഥന. ഞങ്ങൾ ഇത് ആദ്യം കേട്ടപ്പോ വിശ്വസിച്ചില്ല. നമ്മുടെ ഈ നാട്ടിൽ തന്നെയാണോ ഇതൊക്കെ സംഭവിച്ചതെന്ന് സംശയിച്ചു പോയി.